ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അമേരിക്കയിൽ സ്വപ്നതുല്യമായ ഒരു ജോലി അത് പ്രതീക്ഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റിനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിലേക്ക് എത്തിപ്പെടാൻ ഏത് തരത്തിലൊക്കെയുള്ള കടമ്പകൾ കടക്കണമെന്ന് പലർക്കും ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് അറിയില്ല എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ US-ൽ ഇപ്രകാരമുള്ള സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജോലി നേടിയെടുക്കുന്നതിനുള്ള ഏറ്റവും ജനപ്രിയമായ മാർഗങ്ങളിൽ ഒന്നാണ് US H-1B വിസ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലം അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിന്, അവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിസയാണ് ഈ H-1B വിസ എന്ന് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉന്നത പരിശീലനം നേടിയ വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേക വിസയാണ് H-1B വിസ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മിക്ക IT സ്ഥാപനങ്ങളും അമേരിക്കയിലേക്ക് തൊഴിലാളികളെ അയക്കുന്നതിനായി പ്രധാനമായും ഈ ഒരു വിസയാണ് ആശ്രയിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അമേരിക്കയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കാൻ എത്തുന്നവർക്കും ഈ ഒരു വിസ ലഭിക്കുന്നതായിട്ട് കാണാം. 2022 ഇന്ത്യൻ സ്റ്റുഡൻസ് US വിസ എടുത്ത് റെക്കോർഡ് ഇട്ട ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. ഏകദേശം 82,000-ഓളം ഇന്ത്യക്കാർക്ക് ആണ് അന്ന് US ഈ ഒരു വിസ പ്രൊവൈഡ് ചെയ്തതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം തങ്ങളുടെ കരിയർ വലിയ ഒരു നിലയിലേക്ക് എത്തിക്കുന്നതിന് ധാരാളം സ്റ്റുഡൻസ് മുന്നോട്ട് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ലക്കി സ്റ്റുഡൻസിന്റെ കാറ്റഗറിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ തൊഴിലുടമ പെറ്റീഷൻ നൽകുന്ന ഒരു പ്രോസസ് ഉണ്ട്. ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫിറ്റ് അല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ കരിയറിനെ അത് തീർച്ചയായിട്ടും ബാധിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അവരുടെ അമേരിക്കൻ ജോബ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഡ്രീമിന് മുകളിലാണ് ആ ഒരു കരിനിഴൽ വീഴുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്രകാരം അമേരിക്ക ലക്ഷ്യമാക്കുന്ന യുവാക്കൾക്ക് ഒരു തിരിച്ചടിയായി മാറാൻ പോകുന്ന വർഷമായിരിക്കാം ഒരുപക്ഷെ 2024 എന്ന ഒരു വസ്തുതയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തിരിച്ചടി എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് സെറ്റ് ബാക്ക് എന്നൊക്കെ പറയേണ്ടി വരും. തങ്ങൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പരിചയസമ്പത്ത് നേടാൻ സഹായിക്കുന്ന താൽക്കാലിക തൊഴിൽ അനുമതിയാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT എന്ന് പറയുന്നത്. ഇതിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ മുന്നിലാണ് എന്ന് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം ട്രെയിനിങ്ങിലുള്ള സ്റ്റുഡൻസിന് വിസ കിട്ടാതെ വരുമ്പോൾ അവർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു കാഴ്ചയുണ്ട്. ഗ്രാജുവേഷന് ശേഷമുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വർക്കിന്റെ കാലാവധി വെറും 1 വർഷം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. എങ്കിലും അതിനുശേഷം സ്പെഷ്യൽ ഓതറൈസേഷനിലൂടെയൊക്കെ 2 വർഷം കൂടി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. US-ലെ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രത്യേക സ്റ്റെം ഫീൽഡ് ഗ്രാജുവേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ടെക്നോളജി, സയൻസ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് എന്നിവ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികൾക്ക്, അവരെയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രം 2 വർഷത്തേക്കും കൂടി ഒരു OPT എക്സ്റ്റൻഷൻ ഇങ്ങനെ അനുവദിക്കാറുണ്ട്. അവർക്ക് അതിനെ അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ OPT 3 വർഷമാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ H-1 ലോട്ടറിയുടെ ഹൈ റെഫ്യൂഷൻ റേറ്റ് കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെ പറ്റി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. കാരണം H-1B വിസ ലോട്ടറി പ്രകാരം 3 ചാൻസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്രകാരം 3 വർഷങ്ങളിൽ 3 ചാൻസസിലും അവരുടെ പേര് ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ, ഈ ലോട്ടറിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് US-ൽ നിന്ന് ജോലി മതിയാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലേ ഓഫ്സ് പോലെയുള്ള പ്രോബ്ലങ്ങൾ ഇപ്പോൾ പലയിടത്തായിട്ട് നമ്മൾ രൂക്ഷമായിട്ട് കാണുന്നതാണ്. ഇതെല്ലാം പ്രോബ്ലമാണ്. ഈ H-1 ലോട്ടറി സിസ്റ്റം എന്താണെന്നുള്ളതും, അപ്പോൾ അമേരിക്കൻ ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ ടോപ്പിക്ക് വളരെയധികം ഹൈപ്പോട് കൂടി വരുന്നതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്നും, തിരഞ്ഞെടുപ്പ് സമയത്ത് അമേരിക്കൻ പ്രസിഡന്റുമാർ ഈ ഒരു ടോപ്പിക്കിനെ ഇലക്ഷൻ ക്യാമ്പയിന് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പോൾ ഇതുമൂലം അമേരിക്ക പോലെയുള്ള രാജ്യത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അതിലെ ഏറ്റവും ഉപരിയായിട്ട് ഇന്ത്യക്കാരെ ഇത് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് തുടങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. വിസയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവർക്കും അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. ഒരു രാജ്യം സന്ദർശിക്കുവാൻ പാസ്പോർട്ട് മാത്രമല്ല വിസയും കൂടി അത്യാവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. വിസ വേണ്ടാത്ത കുറച്ച് രാജ്യങ്ങളുമുണ്ട്. എന്നാൽ വിസ എന്നത് ഒരു രാജ്യത്തുള്ള ജനങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് കടക്കുന്നതിനും തിരിച്ചു പുറത്തേക്ക് വരുന്നതിനുമുള്ള സമ്മതപത്രമാണെന്നറിയാം. അത് ജോലിക്ക് വേണ്ടിയിട്ടാകാം, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാകാം, പഠനമോ വിനോദമോ മീറ്റിംഗോ വിവാഹമോ, അങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അനേകം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അതാത് രാജ്യത്തെ ഭരണകൂടങ്ങൾ ചില നിബന്ധനകൾക്ക് വിധേയമായി നൽകുന്ന ഒരു പ്രത്യേക അനുമതിയായിട്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വിസയെ മനസ്സിലാക്കിയെടുക്കാം. സന്ദർശകർ ഒരു രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് വിസയുടെ രൂപങ്ങൾ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിസ കിട്ടാൻ ഏറ്റവും എളുപ്പം ഒരു ട്രാവൽ ഏജൻസിയെ സമീപിക്കുക എന്നത് തന്നെയാണ്. സ്വന്തമായി അത് ചെയ്തെടുക്കാനും സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഏത് രാജ്യത്തിന്റെ വിസയാണോ വേണ്ടത് ആ രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിലേക്ക് നോക്കുക. അതിൽ വിശദ വിവരങ്ങൾ ചേർത്തിട്ടുണ്ടായിരിക്കും. ആ പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. വിസ ഫീസും എപ്പോൾ അത് കിട്ടുമെന്നതും ഏത് വിസയാണ് എന്നൊക്കെ ഉള്ളത് ഇതിനൊക്കെ അനുസരിച്ചിരിക്കും. ഉദാഹരണമായി മിക്ക രാജ്യങ്ങളിലേക്കുമുള്ള വിസിറ്റിംഗ് വിസകളൊക്കെ വേഗത്തിൽ കിട്ടാറുണ്ട്. അതിന് ചെലവും വളരെ കുറവാണ്. പക്ഷേ സ്റ്റുഡന്റ് വിസ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും.
അത് അപ്ലൈ ചെയ്യുമ്പോൾ ചില പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ചിലവും വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഓരോ രാജ്യത്തിനനുസരിച്ച് വിസയുടെ പേരും അതിന്റെ നിബന്ധനകളും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ അമേരിക്കയുടെ H-1B വിസ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വിസയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ടെമ്പററി നോൺ ഇമിഗ്രന്റ് വർക്ക് വിസയാണ് എന്ന് മനസ്സിലാക്കുക. സ്കിൽഡ് ആയിട്ടുള്ള ഫോറിൻ വർക്കേഴ്സിനൊക്കെ നിശ്ചിത കാലയളവിൽ അമേരിക്കയിൽ എംപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിസയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ സ്പെഷ്യലൈസേഷനുകളിൽ ചിലതെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, ജേർണലിസം, മെഡിസിൻ, ബിസിനസ്, ഗവേഷണം, നിയമം തുടങ്ങിയവയാണെന്നും നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഇനി H-1B വിസയുടെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 1952 US കോൺഗ്രസ് നടപ്പിലാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലൂടെയാണ് ഇത് വന്നത് എന്ന് കാണാൻ സാധിക്കും. തുടക്കത്തിൽ H-1 എന്ന് മാത്രമായിരുന്നു ഇതിന്റെ പേര്. പിന്നീട് 1990 ഇമിഗ്രേഷൻ ആക്ടിനെ തുടർന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന കണ്ടു. അതായത് നഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വിസയ്ക്ക് H-1A എന്നും മറ്റ് സ്പെഷ്യലൈസ്ഡ് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന വിസയ്ക്ക് H-1B എന്നും പേര് പിന്നീട് നൽകുകയുണ്ടായി. ബിൽ ക്ലിന്റൺ അമേരിക്കയുടെ ഒക്കെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരു സമയത്ത് ഇത്തരം ഭേദഗതികളിലൂടെ അമേരിക്കൻ സ്കിൽഡ് വർക്കേഴ്സിന് അവരുടെ ജോലിയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ നൽകുകയുണ്ടായിരുന്നു. കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിസ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു ആപ്ലിക്കേഷൻ ഫീ ഒക്കെ അദ്ദേഹം വെക്കുകയുണ്ടായി. ഈ ഒരു ഫണ്ട് അമേരിക്കൻ വർക്ക് ട്രെയിനിങ് ആയി ഉപയോഗിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലയിലുള്ള സ്കിൽഡ് വർക്കേഴ്സിന്റെ ആവശ്യകത ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ H-1B വിസയാണ് ഏറ്റവും കൂടുതൽ സഹായമാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇമിഗ്രന്റ് വർക്കേഴ്സും അവരുടെ ഇൻകമും US തന്നെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് US എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണമുള്ള ഒരു കാര്യം തന്നെയാണെന്നത് സംശയമില്ലാത്ത വസ്തുതയാണ്. ഇതൊന്നും കൂടാതെ ഈ ഇമിഗ്രന്റ് വർക്കേഴ്സ് പലതരത്തിലുള്ള ഐഡിയ അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് ഒക്കെ ആയി അതൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായി കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്കില്ലുകളൊക്കെ ഷോക്കേസ് ചെയ്യാൻ സാധിക്കുകയും അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ അത് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതുവഴി US ലേബർ മാർക്കറ്റ് ഫെർദർ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു എക്കണോമിക്കൽ ബൂസ്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കോവിഡ് മഹാമാരി ഉണ്ടായതിനു ശേഷം ലേബർ ഡിമാൻഡ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. എങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള എമിഗ്രേഷൻ സംബന്ധിച്ചിടത്തോളം US കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചില കണക്കുകൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി ഒരു വ്യക്തത വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ 2021 കണക്കുകൾ മാത്രം ഒരു US ആവറേജ് വർക്കറിന്റെ ശമ്പളത്തിന്റെ ഇരട്ടിയാണ് നമ്മുടെ H-1B വിസ ഹോൾഡറുടെ ശരാശരി ശമ്പളം എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. 2003 മുതൽ 2021 വരെയുള്ള H-1B വിസ ഹോൾഡറുടെ മീഡിയം വേജ് എന്ന് പറയുന്നത് 52% ഉയർന്നിട്ടുള്ളതായിട്ടാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. ഇതേ കാലയളവിൽ തന്നെ ശരാശരി US വർക്കറിന്റെ മീഡിയം വേജ് വെറും 39% മാത്രം ഉയർന്നതായിട്ടും നമുക്ക് അത്ഭുതത്തോടെ കാണാൻ സാധിക്കുന്ന ചില പ്രത്യേക കണക്കുകളാണ്. അതായത് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ H-1B വിസ ഹോൾഡേഴ്സ് US ലേബർ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കോവിഡ് പോലെയുള്ള മഹാമാരികളൊക്കെ വന്നപ്പോൾ നാം മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ H-1B വിസ ഹോൾഡേഴ്സിന്റെ സ്കിൽസ് അമേരിക്കൻ ലേബർ ഇക്കോണമി ഇൻക്രീസ് ചെയ്തു എന്നത് മാത്രമല്ല നാഷണൽ എമർജൻസീസ് ഹാൻഡിൽ ചെയ്യുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ ഒരു കോവിഡ് മഹാമാരിക്കെതിരെയുള്ള വാക്സിൻ നിർമ്മാണത്തിന് ഇൻവോൾവ് ആയിട്ടുള്ള 8 കമ്പനികളുണ്ട്. ഈ 8 കമ്പനികളിലായിട്ടുള്ള 3000-ഓളം വരുന്ന കെമിസ്റ്റ്, ബയോഫിസിസ്റ്റ് തുടങ്ങിയ ആൾക്കാരെല്ലാം H-1B വിസ പ്രോഗ്രാമിലൂടെ അമേരിക്കയിലേക്ക് എമിഗ്രേറ്റ് ചെയ്തെത്തിയവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ആ സമയത്ത് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഡോക്ടേഴ്സ് ഇപ്രകാരമുള്ള വിസ പ്രോഗ്രാമിലൂടെ എത്തിയതാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ H-1B വിസയുടെ ലിമിറ്റഡ് അവൈലബിലിറ്റി കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിന്റെ ഒരു സപ്ലൈ കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആനുവലി കണക്കുകൾ പരിശോധിച്ചാൽ ഇത് ഏകദേശം 65,000 വിസ ഷെഡ്യൂൾ ചെയ്യുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ തന്നെ 20,000-ഓളം അഡീഷണൽ വിസ ഫോറിൻ പ്രൊഫഷണൽ സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടി റിസർവ്ഡ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോറിൻ ക്യാപിറ്റബിലിറ്റി തങ്ങളുടെ നാഷണൽ ഇൻകമായി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ ആരും മറന്നിട്ടുണ്ടാവും. അദ്ദേഹം ബൈ അമേരിക്കൻ ആൻഡ് ഹയർ അമേരിക്കൻ എന്നൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ സൈൻ ചെയ്തതോടു കൂടിയാണ് H-1B വിസ ഒരു ഹോട്ട് ടോപ്പിക്കായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
ഇതിന്റെ ഭാഗമായി തന്നെ മുമ്പുള്ള വർഷങ്ങളെക്കാൾ അധികം H1B വിസയുടെ ഡിനയിൽ അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ നമുക്ക് കാണാനായിട്ട്, അതായത് അത് കൂട്ടി കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മുൻപുള്ള വർഷങ്ങളിലെ അല്ലെങ്കിൽ മുമ്പുള്ള മാസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് ഈ ഒരു വിസ ഡിനയലിന്റെ ആ ഒരു തോത് എന്ന് പറയുന്നത് വളരെ വളരെ വലിയ അളവിൽ നടക്കുന്നുണ്ട് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൽഡ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടഫ് ടാസ്കായി മാറിയിരിക്കുകയാണ്. എന്നാൽ H1B വിസ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒപ്പീനിയനുമായി വിവേക് രാമസ്വാമി എന്നൊരു വ്യക്തി മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം താൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ H1B വിസ സിസ്റ്റം റീപ്ലേസ് ചെയ്ത് സ്ട്രിക്ട്ലി മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നടപ്പാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഇതൊരു ലോട്ടറി സിസ്റ്റമാണ് എന്നുള്ള കാര്യം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ നിന്ന് ഇത് ഒബ്റ്റെയിൻ ചെയ്യുക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും USCISന് ലിമിറ്റഡ് ക്യാപിറ്റേഷൻസ് ഒക്കെ വരാറുണ്ട്. ഒരു നിശ്ചിത വർഷം ക്യാപിറ്റേഷനേക്കാൾ കൂടുതൽ H1B വിസ ആപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ലോട്ടറി സിസ്റ്റം അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് USCIS ഒരു ഇനിഷ്യൽ ലോട്ടറി റൗണ്ട് കണ്ടക്ട് ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ H1B ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സിനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു റൗണ്ടിൽ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അവശേഷിക്കുന്ന H1B ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് ലോട്ടറി കണ്ടക്ട് ചെയ്യാറുമുണ്ട്. എന്നാൽ വിവേക് രാമസ്വാമിയുടെ അഭിപ്രായ പ്രകാരം ഇത് കരാർ ജോലിയുടെ പോലത്തെ ഒരു സിസ്റ്റം ആയിട്ടാണ് തോന്നുന്നതെന്ന് അദ്ദേഹം പറയുണ്ടായി. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കമ്പനി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയറുടെ പൂർണ്ണമായ താല്പര്യം മാത്രം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം ആക്കി മാറ്റണമെന്ന് അദ്ദേഹം പ്രത്യേകം അഭിപ്രായപ്പെട്ടത്. രസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഈ രാമസ്വാമി എന്ന് പറയുന്ന വ്യക്തി H1B വിസയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് മുൻ വർഷത്തെ ചില കണക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം H1B വിസ ലോട്ടറി സിസ്റ്റം 20 തവണയാണ് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിന്റെ ബയോടെക് കമ്പനിക്കായി USCIS 29 H1B വിസയാണ് അപ്രൂവ് ചെയ്തതെന്ന് കാണാൻ സാധിക്കും. ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രൈവറ്റ് ബിസിനസിന് വേണ്ടിയിട്ട് ഈ വിസ സിസ്റ്റത്തിലൂടെ നിരവധി വർക്കേഴ്സിനെ ഹയർ ചെയ്തെടുക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൊളിറ്റിക്സിലേക്ക് എത്തുന്ന സമയം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹാർഡ് ലൈൻ അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഭരണകാലത്ത് ന്യൂയോർക്ക് വിസ സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഫോറിൻ വർക്കേഴ്സിനെ കൂടുതൽ അമേരിക്കയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബാൻ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഈ അമേരിക്കൻ ഇമിഗ്രേഷൻ പോളിസി ശരിക്കും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ? ഇതിന് വലിയൊരു ബ്ലണ്ടർ ആയിട്ട് വേണോ നമ്മൾ കണക്കാക്കാൻ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അമേരിക്കൻ ജോലികളും അതുമായി ബന്ധപ്പെട്ട ടാലന്റും പ്രിസർവ് ചെയ്യുന്നതിനായി നിയമങ്ങൾ ഇത്രയും ഹാർഡ് ആക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം ഇപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഫോറിൻ വർക്കേഴ്സിന്റെ എണ്ണം പരമാവധി കുറച്ച് നേറ്റീവ് വർക്കേഴ്സിനെ കൂടുതൽ അതിലേക്ക് ഇൻക്ലൂഡഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ഉപകാരപ്പെടൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസരങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ H1B വർക്കേഴ്സ് കടുത്ത കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. H1B വിസ വർക്കേഴ്സിന്റെ തിരഞ്ഞെടുപ്പ് അവിടുത്തെ തന്നെ നേറ്റീവ് വർക്കേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷനിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള തീർച്ചയായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനുള്ള സാധ്യതകളും കൂടുതലായി ഈ ഒരു പ്രോസസ്സിൽ കണക്കാക്കപ്പെടുന്നുണ്ട് എന്നൊരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഇത്തരം പ്രവൃത്തികളിലൂടെ അമേരിക്കയ്ക്ക് ടാലന്റ് ഡെഫിസിറ്റ് നേരിടേണ്ടി വരുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ മുഖേന ടാലന്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ജോലി സാധ്യതകളിലേക്ക് അവർ തള്ളിവിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അമേരിക്കൻ ടാലന്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോബ്ലം നേരിടുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇപ്രകാരമുള്ള അഭിപ്രായം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെ ടെക് ലോകം ഇന്ന് H1B വിസയിലൂടെ ഹയർ ചെയ്ത ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലിയെ പറ്റി എല്ലാവർക്കും അറിയാം. അവിടെ മേജർ കമ്പനികളെല്ലാം ഇപ്രകാരം ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള H1B വർക്കേഴ്സ് ആണ് ലീഡ് ചെയ്യുന്നത് എന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെ ആയിട്ടും കൂടി വിഷമകരമായിട്ടുള്ള ഒരു വസ്തുത എന്തെന്നാൽ ലോട്ടറി സിസ്റ്റത്തിന്റെ ആദ്യ സ്റ്റേജിൽ തന്നെ ഏകദേശം 72% ആപ്ലിക്കേഷൻ റിജക്ട് ആയി പോകുന്ന കാഴ്ചകൾ ഓരോ വർഷവും കാണാറുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. എന്തെന്ന് വെച്ചാൽ ഇപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ സ്കിൽഡ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ നോക്കുക, ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഈ H-1B വിസ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർഷാവർഷം US അഡ്മിനിസ്ട്രേഷൻ ഏകദേശം 85,000-ഓളം H-1B വിസ ഇഷ്യൂ ചെയ്യാറുണ്ട്, അതിന്റെ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ 65,000-ഓളം സ്പെഷ്യാലിറ്റി ഓക്യുപ്പേഷൻ ഫോറിലാണ് ജോലി ചെയ്യുന്നത്. ബാക്കി 20,000-ഓളം ആൾക്കാർ US-ൽ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ ഗ്രാജുവേഷൻ കരസ്ഥമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇഷ്യൂ ചെയ്യപ്പെടുന്നതിന്റെ 4/3 ഭാഗവും വർക്ക് പെർമിറ്റ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഹൈ സ്കിൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹൈ സ്കിൽഡ് കമ്പനീസിനൊക്കെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസിൽ രാജകൃഷ്ണമൂർത്തി ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായിരുന്നു. ഈ ഒരു ബില്ല് പ്രകാരം ഫോറിൻ ഹൈ പ്രൊഫൈൽ വർക്കേഴ്സിനെ നിലവിലുള്ളതിന്റെ ഇരട്ടി അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അതിനകത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള അവസ്ഥയിൽ മാറ്റം വന്നാൽ, അതായത് ഈ H-1B വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ കുറവ് സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ടാലൻസിന്റെ സ്വപ്നങ്ങളിൽ അതൊരു കരിനിഴൽ വീഴാനായിട്ട്, അവർക്കൊരു തിരിച്ചടി നേരിടാനായിട്ട് തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കെ തന്നെ ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമായിട്ട് നിർദ്ദേശിക്കാനുള്ളത് ഇത്തരം ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്ത്യക്കാരെ സ്വന്തം രാജ്യത്ത് തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് അവരുടെ പൊട്ടൻഷ്യൽ അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത്. യുവാക്കളെ സ്വന്തം രാജ്യത്ത് തന്നെ പിടിച്ചു നിർത്തുക എന്ന വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സത്യാവസ്ഥ അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും സംശയങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അമേരിക്ക സ്വപ്നം കാണുന്ന യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലങ്ങളെ പറ്റിയും അതിന്റെ സൊല്യൂഷൻസിനെ പറ്റിയും ഒക്കെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ചാനൽ വരുന്ന കണ്ടന്റുകളെല്ലാം ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മാക്സിമം ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.